നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ വേനൽക്കാലം ഏതാണ്ട് അവസാനിച്ച് താപനില കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിൽ കനത്ത മൂടൽമഞ്ഞാണ് മിക്കയിടങ്ങളിലും അനുഭവപ്പെടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബുദാബിയിൽ 30 മുതൽ 90% വരെയും ദുബായിൽ 25 മുതൽ 85% വരെയും ഈർപ്പം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും. ഇന്നത്തെ ദിവസം പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. ഉച്ചയോടെ കിഴക്കോട്ട് ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചു. നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. രാത്രിയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കാറ്റ് വീശുക. രാജ്യത്ത് പകൽ സമയങ്ങളിൽ കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അബുദാബിയിൽ 38 ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബായിൽ 37 ഡിഗ്രി സെൽഷ്യസിലേക്കും മെർക്കുറി ഉയരും. കുറഞ്ഞ താപനില അബുദാബിയിൽ 27 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 28 ഡിഗ്രി സെൽഷ്യസും പർവ്വത പ്രദേശങ്ങളിൽ 23 ഡിഗ്രി സെൽഷ്യസും വരെ കുറയാം. രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെയും ഈർപ്പമുള്ളതായിരിക്കും. ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കടലിലെ അവസ്ഥ നേരിയതോ മിതമായതോ ആയിരിക്കും. അറേബ്യൻ ഗൾഫിൽ വൈകുന്നേരത്തോടെ പടിഞ്ഞാറോട്ട് ക്രമേണ പ്രക്ഷുബ്ധമായി മാറിയേക്കാം. ഒമാൻ കടലിൽ നേരിയ തോതിൽ പ്രക്ഷുബ്ധമായി മാറും. അതേസമയം ഈ വരുന്ന വാരാന്ത്യത്തിൽ ഒമാനിൽ അന്തരീക്ഷ താപനില ഉയരും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വാരാന്ത്യത്തിൽ ഏകദേശം 40ന്റെ മധ്യത്തിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താപനിലയിൽ താരതമ്യേന വർധനയുണ്ടാകുമെന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. സമുദ്ര തീരപ്രദേശങ്ങളിലും ദക്ഷിണ ഷർഖിയയിലെ മരുഭൂമികളിലും ഒക്ടോബർ 5 വ്യാഴാഴ്ച മുതൽ 40 പകുതി വരെ അന്തരീക്ഷ താപനില ഉയരും. ഒക്ടോബർ 6 വെള്ളിയാഴ്ച തെക്കൻ അൽ ബാത്തിന പ്രദേശങ്ങൾ, മസ്കറ്റ് ഗവർണറേറ്റിലെ പർവ്വത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താപനില താരതമ്യേന ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അടുത്ത 3 ദിവസങ്ങളിൽ മരുഭൂമിയിലെ താപനിലയിൽ തുടർച്ചയായ വർധനവാണ് ഇതിന് കാരണമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.